എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന ഒരു അനീതിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സിംഗിൾ പേരൻ്റായി വളർന്ന ആളാണ്. എൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയത്തിയെയും LP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു അനാഥാലയത്തിലാക്കി. അവിടെ നിന്നാണ് വളർന്നു വന്നത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും ടോപ്പ് ആകാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. കാര്യങ്ങൾ ഓർത്തു വെച്ച് പരീക്ഷാ പേപ്പറിൽ എഴുതി പിടിപ്പിക്കുന്നതൊക്കെ എല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എങ്ങനെയോ 10ാം ക്ലാസ് വരെ എത്തി. +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചു. +2 കഴിഞ്ഞപ്പോൾ തന്നെ കോൺവെൻറ്റിൽ നിന്നും വീട്ടിലെത്തി. സ്വന്തം വീടല്ല, അമ്മയുടെ വീട്ടിൽ ആങ്ങളയും കുടുംബവും കഴിയുന്നുണ്ട്. അവരോടൊപ്പമാണ് ജീവിതം. അത്യാവശ്യം കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് അമ്മ 2ാം വിവാഹവും കഴിച്ചു. പിന്നെ എൻ്റെ പഠിപ്പിൻ്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളിൽ LKG ടീച്ചറായി ജോലി കിട്ടി. അവിടെ പോയി ജോലി ചെയ്തു. തുടർന്ന് പഠിക്കണമെന്ന് തോന്നി. ടീച്ചിങ്ങിന് TTC എടുക്കാമെന്ന് വെച്ചു. അവിടുന്ന് തിരിച്ചു വന്ന് TTC പഠിച്ചു. ജോലിക്ക് വേണ്ടി സ്കൂളുകളിൽ അന്വേഷിച്ചപ്പോൾ വേക്കൻസി കുറവ്. പിന്നെ ഒരുവിധം എവിടെയെങ്കിലും കയറാമെന്ന് വെച്ചാൽ സാലറിയും കുറവ്. ഒരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ട് ഡിഗ്രിക്ക് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തു. കഷ്ടപ്പെട്ട് പഠിച്ചാണ് എക്സാം എഴുതി പാസ്സായത്. പിന്നെ PG എന്തെങ്കിലും പഠിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് PGക്ക് ലൈബ്രറി സയൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്. അത് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് അതും കഷ്ടപ്പെട്ട് പഠിച്ച് പ്രൊജക്റ്റും ചെയ്താണ് പാസ്സായത്. ഇതിനൊന്നും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാം സ്വയം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഫീസ് അടച്ചാണ് പഠിച്ചതും എക്സാം എഴുതിയതും. ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ എന്ന് പറയുന്നതാവും ശരി. പിന്നെ ലൈബ്രറി സയൻസ് ക്വാളിഫിക്കേഷൻ വെച്ച് ചില ലൈബ്രറികളിലൊക്കെ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്തു. PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി. ചില ലിസ്റ്റിലൊക്കെ വരാൻ തുടങ്ങി. എക്സാം എഴുതി ലിസ്റ്റിൽ വരിക എന്നത് ഒരു ചെറിയ കാര്യമല്ല. കഷ്ടപ്പെട്ടാൽ മാത്രമേ നടക്കൂ. ഭയങ്കര സന്തോഷമായി. ഒരു സെക്യൂർ ജോബ് ഉറപ്പായല്ലോ എന്ന സന്തോഷമായിരുന്നു. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊന്നുണ്ട്. അതിന് ചെന്നപ്പോൾ റിജക്റ്റ് ആക്കി. കാരണം റെഗുലർ ആയല്ല ഡിഗ്രിയും PGയും ചെയ്തത്. റെഗുലറായി പഠിച്ചവർക്ക് ജോലിയുള്ളൂ എന്നാണ്. എന്നെ പോലുള്ള പാവങ്ങളോട് ഭരണകൂടം എന്തൊരു അനീതിയാണ് ചെയ്യുന്നത്. വീട്ടിൽ പണവും സൗകര്യങ്ങളും പഠിപ്പിക്കാനും നോക്കാനും ആളുകളും ഉള്ളവർക്ക് മാത്രമേ സർക്കാർ ജോലി കിട്ടുകയുള്ളൂ. ഈ അനീതിയെക്കുറിച്ച് PSC ഓഫീസിൽ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി പറയൂ, അവിടെ പറ ഇവിടെ പറ എന്നൊക്കെ പറയുന്നു. കേസിന് പോകാനുള്ള പണവുമില്ല, സമയവുമില്ല. ജോലിക്ക് പോയെങ്കിലേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള വർക്ക് പ്രഷർ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അധികാരികളോ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള പാവങ്ങളോട് അല്പമെങ്കിലും മനസ്സലിവുണ്ടെങ്കിൽ PSC പരീക്ഷകളിലെ റെഗുലർ സ്റ്റഡീസ്, ഡിസ്റ്റൻസ് സ്റ്റഡീസ് എന്ന വേർതിരിവ് അവസാനിപ്പിക്കണം. എന്തായാലും നിങ്ങൾ നടത്തുന്ന പരീക്ഷ എഴുതി പാസ്സായവരാണല്ലോ ഞങ്ങൾ. ആ കരുണ കാണിക്കണം.